So guys, let's go for back to school shopping. Guys, അപ്പം അമ്മ റെഡി ആയിട്ടുണ്ട്, കുഞ്ചുവും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് കുറേ നാളിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഒക്കെ വോയിസ് ഓവർ കൊടുക്കണേ. അപ്പോൾ എനിക്ക് ഇവിടെ കറണ്ടൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും എന്തായാലും ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഫൈനലി ഇടുകയാണ്. അപ്പോൾ ഞങ്ങളിതാ പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ സൈഡിലൊക്കെ കുറേ സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. മുകളിലാണ് സ്റ്റേഷനറി അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ ഞങ്ങൾ മുകളിൽ കയറണമായിരിക്കും. ആ ഒരു സ്റ്റേഴ്സിൽ തന്നെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കുഞ്ചതൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, ഇതെടുത്താലോ അതെടുത്താലോ എന്ന്. പിന്നെ ആ ഒരു കണ്ട ഒരു പിങ്ക് സാധനം കുഞ്ചിന് ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഒട്ടും ഇഷ്ടമല്ല. അതിങ്ങനെ കുളിക്കുന്ന സമയത്ത് ചെവിയിൽ വെള്ളം കയറാതിരിക്കാൻ വെക്കണം എന്തൊരു സാധനമാണ്. പിന്നെ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ആദ്യം തന്നെ സൈഡിൽ ബുക്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് വേണ്ട, കാരണം അമ്മ ഹോൾസെയിലായിട്ട് അത് എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ കുഞ്ഞു പിള്ളേർക്ക് 1ാം ക്ലാസ്സിൽ ആ ഒരു LP ലെവലിലുണ്ടായിരുന്ന കുറേ ബാഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിങ്കി ഇങ്ങനെ നാഗവല്ലി നോക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് എല്ലാ സാധനം നോക്കിയായിരുന്നു. കാരണം ക്യൂട്ടായിട്ടുള്ള കുറേ കണ്ടില്ല. ഇങ്ങനത്തെ പെന്നൊക്കെ ഞാൻ വീണ്ടും നിങ്ങൾ കാണിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഇനി വീണ്ടും നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഞാൻ ഒന്നും മേടിച്ചില്ല, കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ കുറേ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയും വെറുതെ മേടിച്ചിട്ട്, കാരണം ഞാൻ മേടിച്ചിട്ട് കൊണ്ടുവന്ന് ഇവിടെ വെക്കും, യൂസ് ആക്കൂല. എനിക്കതൊക്കെ ഇങ്ങനെ വെച്ചിങ്ങനെ അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനത് യൂസ് ആക്കൂല. അതെന്തൊരു ശീലമാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ ക്രയോൺസൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്തൊക്കെയാണ് മേടിച്ചതെന്ന് അത്ര ക്ലാരിറ്റി ആയിട്ട് കാണിക്കുന്നില്ല ഞാൻ. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളെന്താ എടുത്തതെന്നുള്ള വീഡിയോ പറയാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നു പോയതാണ്. സോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. സോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതിന് ശേഷം ഞങ്ങളിത് അവിടുന്ന് ബ്രഷ് പെന്നൊക്കെ കണ്ടിട്ട്, ആ ഡോംസിൻ്റെ ബ്രഷ് പെന്നിനൊരു കഥ പറയാനുണ്ട്, ഞാനത് പറയാം. അതിന് ശേഷം ഇവിടെ കുറേ പെൻ ആൻഡ് പെൻസിൽ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ബുക്ക് കവറിങ് ഷീറ്റും പിന്നെ നെയിം സ്ലിപ്പൊക്കെ സെലക്റ്റാക്കി കൊണ്ടുപോയി ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. കുഞ്ചുൻ്റെ ആനിമൽസ് തീമാണ് എടുത്തത്. ഞാൻ നോർമലായിട്ടുള്ള ഒരെണ്ണമാണ് എടുത്തത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ കുറേ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഒക്കെ ഞാൻ ഇപ്പോൾ രണ്ടാമത് കാണിക്കണ ഒരു പിങ്ക് കളറുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ മേടിച്ചില്ല, കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ ഇരിപ്പുണ്ട്. പിന്നെ അതിനങ്ങനെ പ്രത്യേകിച്ച് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര എന്ന് വെച്ചാൽ നോർമൽ റേറ്റ് തന്നെയാണ്, 100 റുപ്പീസേ വരുന്നുള്ളൂ. പിന്നെ ഇതിനും റേറ്റ് ഒന്നുമില്ല, എല്ലാത്തിനും 100 റുപ്പീസ് തന്നെയാണ്. ഇതിന് 110 ആയിരുന്നു അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഈ ഒരു പൗച്ച് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. അതിൻ്റെ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ നല്ല അഫോർഡബിൾ ആയിരുന്നു. ഡിഫറെൻറ്റ് പ്രിൻസ് വരുന്നതാണ്, ട്രാൻസ്പെറൻ്റ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത്, കാരണം ഞാൻ മേടിച്ചില്ല. പിന്നെ ഈ ക്യൂട്ട് റൈസേഴ്സ് ഇതിൽ ആ ഒരു മയിലിൻ്റെ ഉണ്ടല്ലോ, അതിൻ്റെ പണ്ടുണ്ടായിരുന്നു. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വർഷം മുമ്പ്. പിന്നെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഞാൻ മേടിച്ചേ. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണല്ലോ എന്ന് എനിക്കിങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നു. പിന്നെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു. കരുതരുത് പ്ലീസ്. കൊച്ച് ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പേസ്റ്റൽ ഷെയ്ഡിലും ഉണ്ടായിരുന്നു. ഇത് റൈസറും ഷാർപ്നറും ഒരു സാധനത്തിൽ തന്നെ വരുന്നത്, അത് കൊള്ളായിരുന്നു. പക്ഷേ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഉപയോഗിക്കില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ ഇത് കുറച്ച് റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഇതൊന്നും മേടിച്ചില്ല, ഇങ്ങനെ പറയില്ല മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ഞാൻ കാണിക്കേണ്ടതെന്ന്, ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണ്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു ഡിഫറെൻറ്റ് കളറുള്ള പിന്നെ എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ഇരിപ്പുണ്ട്. ഒരെണ്ണം ഒരു ക്രിസ്മസ് തീമിൻ്റെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ബ്രഷ് പെൻ കണ്ടില്ല ഗൈസ്, ഇത് ഡോംസിൻ്റെ ആണ്. ഞാൻ ഈ ചെക്കനോട്, അതായത് എൻ്റെ അനുജനോട് ഞാൻ പറഞ്ഞതാണ്, ഞങ്ങൾ ഇതിന് മുമ്പ് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേറെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതാണ് കുഞ്ചു ഇത് ഡോംസിൻ്റെ കിട്ടും, അത് മേടിക്കാമെന്ന്. അപ്പോൾ അവിടെ ഡോംസിൻ്റെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു അവിടെ ഉള്ളത് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളത് മേടിച്ചു. അവസാനം ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ചുവിനെ കുറേ പറഞ്ഞു, എന്തിനാളാന്ന് അങ്ങനെ പറഞ്ഞത്, ഇത് മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഡോംസിൻ്റെ ഈ ഒരു ബ്രഷ് പെന്നിന് കഥ പറയേണ്ടതെന്ന്. പിന്നെ അവിടെ കുറച്ച് ലിപ് ബാമൊക്കെ കണ്ട് ഞാൻ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് വന്ന് ഹൈലൈറ്റേഴ്സ് നോക്കി. ഹൈലൈറ്റേഴ്സ് പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ളതൊന്നുമില്ല, പക്ഷെ നോർമലായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. നോർമൽ റേറ്റ് തന്നെയാണ് കേട്ടോ അതിനുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറേ പെൻസിലൊക്കെ നോക്കി. പെൻസിലും അമ്മ ഹോൾസെയിലായിട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിലോട്ട് വെറുതെ തപ്പിപ്പോയില്ല ഞാൻ. ഞങ്ങൾ ഓൾറെഡി മേടിച്ചിട്ടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ ബോട്ടിൽസ്, അങ്ങനത്തെ ബോട്ടിൽസ് നോക്കി. അപ്പം അത് നല്ലായിരുന്നു കേട്ടോ. മിണ്ടാണ്ടിരിക്കുക. ബോട്ടിൽസ് നല്ലായിരുന്നു, പക്ഷേ ഓൾറെഡി ഇത് ഞങ്ങൾ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. പണ്ടൊരിക്കൽ ഇത് ട്രെൻഡിങ് ആയിരുന്നു, അപ്പം മേടിച്ചു. പക്ഷേ
അപ്പോൾ അത് മേടിച്ചിട്ട് അത് ഫുള്ള് പൊട്ടിപ്പോയി. അതുകൊണ്ട് അമ്മ പിന്നെ അത് മേടിച്ച് തരൂല എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ എല്ലാം കൊള്ളായിരുന്നു. പിന്നെ കുറേ റേസേഴ്സൊക്കെ വേറെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒന്നും കൂടെ നോക്കി. പിന്നെ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോയി. വേറെയും കുറേ സാധനങ്ങളൊക്കെ എനിക്ക് മേടിക്കാനുണ്ടായിരുന്നു വീട്ടിലോട്ടൊക്കെ ആയിട്ട്. അതൊക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് ഈ ഒരു മോയ്സ്ചറൈസറും കൂടെ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് മേടിച്ച് കഴിച്ചു. വേറെ എന്തെങ്കിലും മേടിക്കാൻ പോണ സാധനത്തിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടെ മേടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അതിന് ശേഷം ആ ഒരു മോയ്സ്ചറൈസറൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ നോക്കിയിട്ട് ഫൈനലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ മേടിച്ച്. പിന്നെ ഒരു കുഞ്ഞ് പൗച്ചുണ്ടല്ലോ, ഇതെനിക്ക് ബസ്സിനാണല്ലോ പോകുന്നത്. അപ്പോൾ ബസ്സിന് പോകുമ്പോൾ പൈസ ഇട്ട് വെക്കാൻ വേണ്ടി ഞാൻ പുതിയതായിട്ട് മേടിച്ചതാണ്. എൻ്റെ ഉള്ളത് കുറച്ച് നാശമായിപ്പോയി. അപ്പോൾ ഞാൻ മേടിച്ചു. പിന്നെ പൗച്ച് നോക്കി ഞാൻ എന്നിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആണ് ഇട്ട് കൊടുത്തത്. 45 രൂപ 40 രൂപ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുഞ്ചു മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ കളറിലുള്ളൊരു എന്തോ സ്പൈഡർമാൻ സൂപ്പർമാൻ എന്തൊക്കെ അതിൻ്റെ പുറത്തുണ്ടായിരുന്നു. ആ ഒരു ബോക്സ് ഇപ്പോൾ ഞാൻ കാണിച്ചില്ല, ആ ഒരു ബോക്സ് ആയിരുന്നു കുഞ്ചു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫൈനലി ഞങ്ങൾ അതൊക്കെ സെലക്ട് ആക്കിയിട്ട് ഞങ്ങളിപ്പോൾ ബില്ല് ചെയ്തു. ഞങ്ങൾക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചതിന് ശേഷം ബില്ല് ചെയ്തിട്ട് സോക്സ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സോക്സ് മേടിക്കാനുള്ള കടയിൽ പോയി സോക്സൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബുഷ് എത്ര മേടിച്ചാലും മതിയാവാത്തതായതുകൊണ്ട് ബ്ലാക്ക് ബുഷ് സെറ്റ് മേടിച്ചു. പിന്നെ അമ്മയ്ക്ക് ചെരുപ്പ് നോക്കാണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതാണ് അമ്മ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു വിഷമ അവസ്ഥയിൽ അമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞു, പക്ഷെ അമ്മയ്ക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇത് ഞങ്ങൾ പോകണ വഴിക്ക് മീൻ മേടിച്ചു. ആ മീനിനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കാനാണ് ആ ഒരു സമയത്ത് ട്രൈ ചെയ്തത്, പക്ഷെ അത് നടന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ അറിഞ്ഞാൽ മതി. അതിന് ശേഷം ഞങ്ങൾ ഔട്ട്ഡോർ എടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോവാണ് ഗൈസ്. സോ ഗൈസ് അങ്ങനെ നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് ഫുള്ള് കഴിഞ്ഞു ഗൈസ്. കുഞ്ചിന് ഭയങ്കര വിഷമം, കാരണം ഇനി ഒന്നും മേടിക്കണ്ടല്ലോ, എല്ലാം മേടിച്ച് കഴിഞ്ഞ് വിഷമമാണ്. ഇനി എവിടെ പോകാൻ പറ്റില്ലല്ലോ, ഇനി ഒന്നും മേടിക്കാൻ വേണ്ടി പോകണ്ടല്ലോ. അപ്പം അതിൻ്റെ വിഷമമാണ്. ഇനി പക്ഷെ കുഞ്ചുന് ഇനി അടുത്ത വർഷം കുറേ സാധനങ്ങൾ മേടിക്കാമല്ലോ. അല്ല എനിക്ക് മേടിക്കാൻ പഠിത്തം നിർത്തുന്നു, അതാണ് കുഞ്ചുൻ്റെ പ്രശ്നം കേട്ടോ. അതൊക്കെ പെട്ടെന്ന് തീർന്നോളും. ഒരു വർഷം ഇനി പോകുന്നതെന്ന് അറിയത്ത് പോലും. ഈ 2 മാസം പോയതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല ഗൈസ്. ഇവിടെ സ്കൂൾ തുറക്കാനായി ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. നടക്കും തോന്നല്ലേ, ഞാൻ പറഞ്ഞു തുടങ്ങും അവൻ കൊണ്ടേ കട്ട് ചെയ്യും. പറഞ്ഞോട്ടെ, തീർക്കട്ടെ. സോ ഗൈസ് ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം കടയിലൊക്കെ പോയി കുറേ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ പോവാ ബുക്ക് ബൈൻഡ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെയാണുള്ളത്. പിന്നെ ബാഗും യൂണിഫോമും എല്ലാം കഴുകി സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി നമുക്ക് പതുക്കെ വീഡിയോ ആയിട്ട് ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്യാൻ ഇടാം. ഇതിപ്പോൾ കുറേ നാളെ ലോങ് വീഡിയോ ഇടുന്നത് ഞാൻ പ്ലാൻ ചെയ്യണു. അപ്പോൾ ഇതാണ് നമ്മൾ കുറേ നാളെ ശേഷം ചെയ്യുന്ന ലോങ് വീഡിയോ. അപ്പോൾ അതിൻ്റെ ഔട്ട്റോ ഇത് ഞാൻ പറയുന്നത് നോക്കിയിട്ട് അമ്മ അവിടെ നിൽപ്പുണ്ട്. അച്ഛൻ്റെ ഇതിപ്പോൾ ഏതോ വഴി നിന്നൊക്കെ വന്നിട്ടുണ്ട്. വീട്ടിലൊക്കെ നേരത്തെ അച്ഛൻ ഇപ്പോൾ അവിടെ നിന്ന് വന്നതാണ് കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും